വീട് വെഞ്ചിരിപ്പ് തുടങ്ങിക്കഴിഞ്ഞപ്പോൾ വറീദേട്ടൻ്റെ അടുത്ത്, വർഗീസേട്ടനല്ല ഞങ്ങൾ വിളിക്കുക, വറീദേട്ടനെ വിളിക്കുക. അപ്പോൾ വറീദേട്ടനെ കാണാനായിട്ട് വീട് വെഞ്ചിരിപ്പിന് ചെന്നപ്പോൾ എന്നെ ആദ്യമായിട്ട് വറീദേട്ടൻ കാണിച്ചത് അദ്ദേഹം എഴുതിയ ബൈബിളുകളാണ്. അപ്പോൾ ഞാൻ വളരെ അത്ഭുതപ്പെട്ടു പോയി. അത് കഴിഞ്ഞിട്ട് വീണ്ടും ആൾ എന്നെ കാണിച്ചു തരുന്നു, ഇതാ അടുത്ത ബൈബിള് ഇംഗ്ലീഷിലാണ് അച്ഛൻ എഴുതണേന്ന്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായി. കാരണം ഇത്രയും പ്രായത്തിലും വചനം ജീവിക്കുന്നൊരു മനുഷ്യൻ. നിങ്ങളെല്ലാവരും അത്ഭുതപ്പെട്ടു പോകും. 92 വയസ്സുണ്ട് ആൾക്ക്. ഈ 92 വയസ്സിലും ആൾ രാവിലെ കുർബാനയ്ക്ക് നടന്നാൽ വരിക. തൻ്റെ ജീവിതസഖി വേർപെട്ട് പോയതിനു ശേഷവും വചനത്തിൽ കൂടുതൽ അദ്ദേഹം തൻ്റെ എല്ലാം കണ്ടെത്തിയൊരു മനുഷ്യനാണ്. ഞാൻ അപ്പനിൽ കാണുന്ന ഏറ്റവും വലിയൊരു ഇത് ദൈവത്തിൻ്റെ ഒരു സ്വാധീനമാണ് അപ്പനിൽ. അവന് ദൈവത്തിൻ്റെ അനുഗ്രഹം ശരിക്കും കിട്ടുന്നുണ്ട്. കാരണം അപ്പൻ ഏതാണ്ട് 1996 ഈ ജൂൺ മാസത്തിലാണെന്ന് തോന്നുന്നു വലിയൊരു അസുഖത്തിന് പിടിപെട്ടു. കാരണം എലിപ്പനി അന്ന് വളരെ റെയറായിട്ടുണ്ടാകുന്ന ഒരു അസുഖമാണ് അത്. ആ സമയത്ത് ക്രിട്ടിക്കൽ സ്റ്റേജ് ആയിരുന്നു, മദർ ഹോസ്പിറ്റലിലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു 24 hours ഒബ്സർവ് ചെയ്യും, അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡയാലിസിസ് സ്റ്റാർട്ട് ചെയ്യണം, അത് കഴിഞ്ഞാലും പ്രശ്നമാണ് എന്ന് പറഞ്ഞ് എല്ലാ ഭാഗങ്ങളേക്കും ശരീരത്തിൽ ബാധിച്ചു കഴിഞ്ഞു. പക്ഷേ ആൾ രക്ഷപ്പെട്ടു, തിരിച്ചു പോന്നു. അപ്പോൾ ആൾ പറഞ്ഞൊരു വാക്ക് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്, ഇനി ഞാൻ എൻ്റെ ജീവിതം മുഴുവൻ ഇനി ദൈവത്തിന് വേണ്ടിയിട്ടാണ് ഞാൻ ജീവിക്കുക എന്ന് പറഞ്ഞു. ഞാൻ ഏകദേശം 12 കൊല്ലങ്ങൾക്ക് മുമ്പ് സിയാത്ത് മിഷൻ്റെ ഒരു മാസികയിൽ നിന്നാണ് സ്ക്രിപ്റ്റൂര എന്ന പ്രോഗ്രാമിനെ പറ്റി മനസ്സിലാക്കുന്നത്. അതനുസരിച്ച് ഞാൻ ബൈബിൾ പകർത്തി എഴുതാൻ തുടങ്ങി. അങ്ങനെ അത് എഴുതി കഴിഞ്ഞപ്പോൾ എനിക്കൊരു സംതൃപ്തി തോന്നി, വീണ്ടും എഴുതണമെന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ സമ്പൂർണ്ണ ബൈബിൾ എഴുതണം എന്ന് ഒരാഗ്രഹം തോന്നി. അങ്ങനെ എഴുതി. അത് രണ്ടും കഴിഞ്ഞപ്പോൾ വീണ്ടും തുടർന്നുകൊണ്ടേയിരിക്കണം എന്നെനിക്ക് ഒരാഗ്രഹം ഉണ്ടായി. അതനുസരിച്ച് ഞാനിപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. അത് 5 പ്രാവശ്യം സമ്പൂർണ്ണ ബൈബിളും 3 പ്രാവശ്യം പുതിയ നിയമം മാത്രവും ആയിട്ട് എഴുതി തീർത്തതിന് ശേഷം ഇപ്പോൾ RSV എഡിഷൻ ഇംഗ്ലീഷ് ബൈബിളാണ് ഇപ്പം ഞാൻ എഴുതിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ ആത്മായ സഭയിൽ ഏകദേശം 30 കൊല്ലം മുൻപ് അംഗത്വം എടുത്തു. അങ്ങനെ അതിൽ വ്രതവാഗ്ദാനം ചെയ്തു. ഇന്നും അത് തുടർന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബൈബിൾ ഞാൻ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ബൈബിൾ ഞാൻ എഴുതുന്നത് പോലെ തന്നെ എല്ലാവർക്കും അവരവർക്ക് കിട്ടുന്ന സമയം പാഴാക്കി കളയുന്നതിന് പകരം ഇത് ചെയ്യുകയാണെങ്കിൽ അവർക്ക് അതിൻ്റെ ഗുണം കിട്ടും. അവർക്ക് മാത്രമല്ല ലോകത്തിന് കിട്ടും. അവരുടെ സ്വഭാവത്തിൽ തന്നെ വ്യത്യാസങ്ങൾ വരും.